ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണി അങ്ങോട്ടേക്ക് പോവുകയാണ്, ബാങ്കിലേക്ക് പോവുകയാണ്. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, രഞ്ജു എന്ന ആ പെണ്ണിനെ കാണുക. എന്താണ് ഇവരുടെ ആ ഒരു ബന്ധത്തിന്റെ ആഴം അളക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. മാത്രമല്ല താൻ ഭാര്യയാണ്, ഭാര്യ എന്ന താൻ ഇവിടെ അധികാരത്തിലുണ്ട്, തന്റെ അധികാരവും അവകാശവും മറ്റാർക്കും കൊടുക്കില്ല എന്നൊക്കെ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കുക, നമ്മുടെ രഞ്ജുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ബാങ്കിലൊന്നും വന്ന് വലിയ പരിചയമൊന്നും ഇല്ലാത്ത വേണി പതുക്കെ പമ്മി 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 നാളെ വരുന്നത് കാണാനും നല്ല ചേലാണ് കേട്ടോ. വലിയ വലിയ ഇങ്ങനെയുള്ള പുറത്തേക്ക് ഇറങ്ങിയുള്ള വലിയ പരിജ്ഞാനമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആ ഒരു രീതിയിലാണുള്ള പെരുമാറ്റമൊക്കെയാണ്. വന്ന് കയറി ഇപ്പം തന്നെ ആദർശേട്ടൻ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പം ആദർശേട്ടനോ, ഏത് ആദർശേട്ടൻ? എൻ്റെ ഭർത്താവ് ആദർശേട്ടൻ ആദർശ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അകത്തേക്ക് വരികയാണ്. വന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, പുള്ളിക്കാരൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞതും അവിടുത്തെ വിശേഷമൊക്കെ തിരക്കുന്ന കൊടുത്ത് അല്ല, പുതിയൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ ജോയിൻ ചെയ്ത ആ സ്റ്റാഫ് എവിടെ? പുള്ളിക്കാരിയും പുറത്തേക്ക് ഇങ്ങനെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരി പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് അടുത്ത ആളാണ് പറഞ്ഞത്. അപ്പം എന്തായാലും പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ള സ്റ്റാഫ് എവിടെയെന്ന്. അപ്പൊ ഇവർ രണ്ടുപേരോട് ഒരുമിച്ചാണോ പുറത്തു പോയത്? അങ്ങനെ വേണി ഒരുമാതിരി അന്വേഷണമൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് പുറത്തു പോയത്. പുള്ളിക്കാരിക്ക് എന്തോ ഒരു ക്ഷീണോ കാര്യങ്ങൾ, അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയതാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ. പുള്ളിക്കാരിക്ക് ക്ഷീണോ, എന്ത് ക്ഷീണം? ഒരു ക്ഷീണം ഉണ്ടാവില്ല, അവൾ അഭിനയിക്കുന്നതായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ വേണി മനസ്സിലോർക്കുന്നു. അപ്പോൾ ഇവർ കറങ്ങാൻ പോയതായിരിക്കും, രണ്ടുപേരും ഇവിടെ കള്ളം പറഞ്ഞിട്ട് കറങ്ങാൻ പോയതാ. ഇന്നലെ എന്നെയും കൊണ്ടൊന്ന് പുറത്തു പോകാൻ പറഞ്ഞിട്ട് സമയമില്ലാത്ത ആൾ ഇന്ന് അവളെയും കൊണ്ട് പുറത്തു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേണി ആകെ വയലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വേണിയാണെങ്കിൽ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ഒന്നാമത് പൊട്ടബുദ്ധി, എന്ത് ചെയ്താലും അവസാനം മണ്ടത്തരായിട്ട് ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇതേ സമയമുണ്ടല്ലോ, ചാരങ്ങാട്ട് വീട്ടില് ചങ്ക് തകർന്നു നിൽക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ കമല. ബാക്കി ആർക്കും അത്രയും സങ്കടം ഉണ്ടാവില്ല. കാരണം ഒരുപാട് 3-4 അബോർഷൻ കഴിഞ്ഞ് ഈ കുഞ്ഞിനെയെങ്കിലും സേവ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ആ കുഞ്ഞിനെ സേവ് ചെയ്യാമെന്ന് ഗൗരി വാക്കും കൊടുത്ത് എന്തായാലും ഒരുപാട് ഒരു സങ്കടക്കടലിലൂടെ തന്നെയാണ് നമ്മുടെ കമല കടന്നു വന്നതും. കമലയ്ക്ക് ആ ഒരു സങ്കടത്തിൽ കമലയോ ഇങ്ങനെ ഇരിക്കുക, വേച്ച് മുറിയിലേക്ക് പോകുന്ന കമലയുടെ പുറകെ തന്നെയാണ് നമ്മുടെ ഗൗരി ഓടി വന്നിട്ട് കമലയുടെ തീ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ കമല കട്ടിലെ വന്നിരുന്നു, അവിടെ ഇരുന്ന് പൊട്ടിക്കരയണ കമലയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഗൗരി ആശ്വസിപ്പിക്കുക, സാരമില്ല കമലയുടെ തീ, അപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? എൻ്റെ കുഞ്ഞ്, എനിക്കിനി ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ലല്ലോ, എൻ്റെ ഈ സ്ത്രീ ജന്മത്തിന് ഇനിയൊരു അർത്ഥവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവനിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയപ്പോൾ. സാരമില്ല ഏട്ടത്തി, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും, ന്യൂട്രസ് റിമൂവ് ചെയ്തതിന് എന്ത് പരിഹാരമാണ് ഉള്ളത്, എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഗൗരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമല ഇതൊക്കെ എനിക്ക് മനസ്സിലാകും എന്നും പറഞ്ഞ് കമല എന്തായാലും ഏട്ടത്തെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ നമ്മുടെ ഗൗരി ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ശേഖരൻ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ശേഖരൻ ഇവളുടെ നമ്മുടെ കമലയുടെ മുന്നിൽ വന്നിട്ട് ജസ്റ്റ് ആ ഒരു സ്നേഹപ്രകടനമൊന്നും ഇല്ല, സാരമില്ല പോട്ടെ, ഈ ഒരു വേർഡൊക്കെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ശേഖരന്റെ മനസ്സിൽ കുറേയധികം കാര്യങ്ങൾ ശേഖരൻ ചിന്തിച്ചു കൂട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ശേഖരന് വിഷമാകും എന്നൊക്കെയാണ് ചാരങ്ങാട്ട് മഹാദേവനും രാധാമണി തങ്കച്ചിയൊക്കെ വിചാരിച്ചത്. പോട്ടെ മോനെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശേഖരന് ഒരു കൂസലും ഇല്ല എന്ന് ഗൗരി മനസ്സിലാക്കുകയാണ്. എന്തായാലും നമ്മുടെ ശേഖരൻ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുകയാണെന്ന് സത്യം പിന്നെയാണ് കമല തിരിച്ചറിയുന്നത്. മറ്റൊരു വിവാഹം കഴിക്കരുത് എന്നും പറഞ്ഞ് നമ്മുടെ ഗൗരിയും ശേഖരനെതിരെ തിരിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാലോ, അത് വലിയ തെറ്റൊന്നുമില്ലല്ലോ, ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാമെന്നൊരു ഓപ്ഷൻ ഗൗരി വെക്കുമ്പോഴേക്കും പിന്നെ കണ്ടവന്റെ കുഞ്ഞിനെ വളർത്തലല്ല ഞങ്ങളുടെ പണി, കണ്ടവന്റെ കുഞ്ഞല്ല ഞങ്ങളെ അച്ചച്ചാന്ന് ഒന്നും വിളിക്കേണ്ടത്, കണ്ടവന്റെ കുഞ്ഞല്ല എന്നും പറഞ്ഞ് ചാരങ്ങാട്ട് മഹാദേവനെ രാധാമണി തങ്കച്ചിയൊക്കെ. എന്തായാലും പാവം നമ്മുടെ കമലയ്ക്ക് ഇനി അവിടെ ഒരു ജീവിതമില്ല, കമലയുടെ ജീവിതം പോയി നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. രാവിലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കഥ എത്തുന്നതായിരിക്കും. സീ യു അഗെയിൻ. താങ്ക് യു.